സായം സന്ധ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചോളം യേശുദാസ് ആദ്യമായിട്ട് പാടുന്ന എൻ്റെ പാട്ട് പൂന്തന്നലേ നീ പറന്ന് പറന്ന് വന്ന പാട്ട്. ശ്യാംജിയാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഞങ്ങളന്ന് കാസറ്റ് ഫീൽഡിൽ കൂടെ വന്ന് യേശുദാസിൻ്റെ തരംഗിണിയായിട്ട് ചെറിയ ഒരസലും ഒക്കെ അതിനു മുൻപൊക്കെ സംഭവിച്ചേക്കുന്നതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ട്. ദാസേട്ടന് നമ്മളെ അറിയണമെന്ന് പോലും ഇല്ല. എങ്കിലും ദാസേട്ടൻ നമ്മളുമായിട്ട് അത്ര ഇതിലല്ല എന്നൊക്കെ സ്വയം ധരിച്ചു വെക്കുന്ന അത്രയും വിവരക്കേട് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേടി ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ദാസേട്ടൻ വരുന്നു, അമ്മോനെ എന്താണ് എഴുതിയേക്കുന്നത് തരൂ എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ ഇത് വാങ്ങിക്കുന്നു, അദ്ദേഹം എഴുതിയെടുക്കുന്നു, ദാസേട്ടൻ ആ പാട്ട് പാടുന്നു. ആ പാട്ടിന് മറ്റൊരു പ്രത്യേകത, സുരേഷ് ഗോപി ജീവിതത്തിലെ സിനിമയിൽ ആദ്യം പാടുന്ന പാട്ടും പൂന്തന്നലേ നീ പറന്നു വന്നതാണ്. പൂന്തന്നലേ നീ പറന്നു 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 വാ, പൂവാടികൾ നീ തുറന്നു 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 താ, പൊന്നോണക്കോടി ചുറ്റി പൊന്നോണ പാട്ടുപാടി മുന്നായി പൂം കൊണ്ടുവാ, വാ പൂന്തന്നലേ നീ പറന്നു 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 വാ, പൂവാടികൾ നീ തുറന്നു 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 താ. ജോഷി സാറിൻ്റെ വളരെ നല്ലൊരു ചിത്രമാണ്, വളരെ മനോഹരമായ ഒരു ചിത്രമാണ് സായം സന്ധ്യ. അതൊരു ട്രാജഡി ചിത്രമാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം പോയി കണ്ട ഒരു സിനിമയാണ്. എൻ്റെ അച്ഛനൊന്നും ജീവിച്ചിരിപ്പില്ല. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ്റെ ഒപ്പം പോയ ആ ഒരു ഓർമ്മയാണ് എനിക്കെപ്പോഴും. അത് ഒരാഴ്ചത്തേക്ക് എനിക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ലേ സിനിമ കണ്ടിട്ട്. അതുപോലെ ട്രാജഡി ആയിരുന്നു. ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വില്ലനാണ് പാടിയിട്ടുള്ളത്. നിറയെ പൂവേണം അരികിൽ നീ വേണം നാടോടി പൂങ്കാറ്റേ, കതിര് കൊയ്യുന്ന വയലിൽ നീയൊന്ന് പൂങ്കാറ്റേ പോയി വാ, നിറയെ പൂവേണം അരികിൽ നീ വേണം നാടോടി പൂങ്കാറ്റേ, കതിര് കൊയ്യുന്ന വയലിൽ നീയൊന്ന് പൂങ്കാറ്റേ പോയി വാ, പൂവായ പൂ തേടി പോകും തെന്നലേ, മലർ മാറി തൂകുന്ന പൂന്തന്നലേ, തുമ്പക്കുടമെവിടെ ഓണക്കളമിടുവാൻ, തുമ്പക്കുടമെവിടെ ഓണക്കളമിടുവാൻ, പൂവും കൊണ്ടുവായോ നല്ല കാറ്റേ ചെല്ല ചെറുമകളെ നീ, പൂന്തന്നലേ നീ പറന്നു 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 വാ, പൂവാടികൾ നീ തുറന്നു 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 താ. ഔസേപ്പച്ചൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാമത്തെ സിനിമയാണ് വീണ്ടും. വീണ്ടും ഔസേപ്പ് വന്നിട്ട്, ഔസേപ്പ് അതിനു മുൻപ് എനിക്ക് ചെറിയ പരിചയമുണ്ട്. ജസ്റ്റ് കാരണം വെച്ചാൽ നമ്മളുടെ ശ്യാമ പോലെയുള്ള പടങ്ങളിൽ വയലിൻ വായിക്കാനായിട്ട് ഇയാൾ വരുമായിരുന്നു. അപ്പോൾ അന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഔസേപ്പ് എനിക്ക് ശരിക്കും എന്നെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്തു ശ്യാമയുടെ സമയത്ത്. അപ്പോൾ ആ ഒരു പരിചയം വെച്ചിട്ട് പിന്നെയാണ് അറിയുന്നത് ഇയാൾ കാതോട് കാതോരം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കാതോട് കാതോരം ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഇയാൾ നമ്മുടെ വീണ്ടുവിന് മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത്. അതിൽ ദൂരെ മാമലയിൽ എന്ന് പറയുന്ന പാട്ടായിരുന്നു ജോഷി സെറ്റപ്പിൽ ഔസേപ്പ് ചെയ്യുന്ന ആദ്യത്തെ. ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ പൂവാകിനുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ, ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ പൂവാകിനുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ, ദൂരെ മാമലയിൽ. ഒരു സെലിബ്രേഷൻ സ്പേസിലാണ് ദൂരെ മാമലയിൽ എന്ന് പറഞ്ഞ പാട്ട് വരുന്നത്.
സത്യത്തിൽ സാധാരണ നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മൂഡിലല്ല, മറിച്ചൊരു മനോഹരമായിട്ടുള്ള മെലഡിയാണ് ഔസേപ്പച്ചൻ സാറ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഷിബു ചക്രവർത്തി സാറാണ്. അപ്പം ഔസേപ്പച്ചൻ സാറും ഷിബു സാറും ചേർന്നിട്ട് ഒരുപാട് നല്ല കോമ്പോസിഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ദൂരെ മാമലയിൽ എന്ന് പറഞ്ഞ പാട്ട്. ഉടയാത്ത ഉടലാകെ മൂടിയ പെൺകിടാവേ, മാനത്ത് വീട്ടിലെ മാണിക്യമൊത്തല്ലേ, താഴത്ത് നീയും വായു. ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ പൂവാകി നുള്ളി പൂമാല കോർക്കുന്നതാരോ.